കൊച്ചിയിലൊന്ന് പോയിട്ട് വരാം. അവിടെയും ഇതാണ് അവസ്ഥ. തൃശ്ശൂർ പോലെ തന്നെ നഷ്ടമായ കോർപ്പറേഷനാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൊച്ചി. അപ്പോൾ കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കാൻ മുന്നണികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇക്കുറി മേയർ സ്ഥാനം വനിതയ്ക്കായതിനാൽ കരുതലോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കളത്തിലുള്ളത്. എന്താണ് അവിടെയുള്ള സാഹചര്യങ്ങൾ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിജോ വർഗീസ് ആണ് ചേരുന്നത്. സിജോ, എന്തായി അവിടെ? സ്ഥാനാർത്ഥി നിർണയമൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. ആരൊക്കെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്? ദിവ്യ സൈഫുദ്ദീൻ, എന്തായാലും യു ഡി എഫിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു കൊച്ചി കോർപ്പറേഷൻ. പക്ഷേ കഴിഞ്ഞ തവണ വലിയ അട്ടിമറിയിലൂടെ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് എൽ ഡി എഫ് കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇക്കുറി വനിതാ സംവരണമാണ്, വനിതയായിരിക്കും മേയറായിട്ട് വരിക. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് മുന്നണികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ 74 ഡിവിഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2 ഡിവിഷനുകൾ കൂടി പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 76 ഡിവിഷനുകളിലേക്കായിരിക്കും മത്സരം നടക്കുക. നിലവിൽ 34 പേരാണ് എൽ ഡി എഫിന് ഉള്ളത്, 31 പേർ യു ഡി എഫിനുണ്ട്, 5 പേർ ബി ജെ പിക്കാണ് ഉള്ളത്, 4 സ്വതന്ത്രന്മാരുമുണ്ട്. എന്തായാലും വിമതന്മാരെ കൂട്ടുപിടിച്ചാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണം സ്വന്തമാക്കിയത്. എന്തായാലും ഇക്കുറി കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് നിലവിൽ ഭരണം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നിലവിലുള്ള കൗൺസിലർമാർ, അതുപോലെ തന്നെ മുൻ കൗൺസിലർമാർ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള പല ആളുകളെയും കൊണ്ടുവരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ട് ചില സ്ഥാനാർത്ഥികൾ കൂടി വരുമെന്ന് പ്രതീക്ഷ കൂടിയുണ്ട്. അതായത് നിലവിൽ ദീപ വർമ്മ, അജി ഫ്രാൻസിസ്, സുനില ശെൽവൻ, പൂർണിമ നാരായണൻ, ഒപ്പം തന്നെ പി എസ് രാജം തുടങ്ങിയ ആളുകളെയാണ് എൽ ഡി എഫിന്റെ ഒരു പ്രാഥമിക പരിഗണനയിൽ ഉള്ളത്. യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കിയാൽ ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് മിനിമോൾ, ഷൈനി മാത്യു ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നിലവിൽ യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഈ ഭരണം നഷ്ടപ്പെടാൻ പ്രധാനമായിട്ടും കാരണമായത്. അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് ഇവിടെ സ്ഥലത്ത് എത്തിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും തന്നെ മുന്നണിക്കുള്ളിൽ ഉണ്ടാകാത്ത വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന ഒരു നിലപാട് സ്വീകരിച്ചാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം തന്നെ വികസന നേട്ടങ്ങളിൽ എണ്ണിപ്പറഞ്ഞ ഭരണ തുടർച്ച ഉണ്ടാകണം എന്നുള്ള ഒരു നിലപാട് എൽ ഡി എഫിനുമുണ്ട്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ തന്നെ അതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് പുതിയ ആസ്ഥാന മന്ദിരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കനാൽ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷൻ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭരണം നിലനിർത്താനാകും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉള്ളിലുള്ള ഉൾപാർട്ടി വിഷയങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമം എൽ ഡി എഫ് നടത്തുകയും ചെയ്തത്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുവന്നത്. ബി ജെ പിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടേക്ക് എത്തിച്ച് ഈ പ്രാദേശിക തലത്തിൽ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ കൂടി നിലവിലുള്ള കക്ഷിനില വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. പ്രവർത്തനങ്ങളുടെ 3 മുന്നണികളും മുന്നോട്ട് പോകുന്നു. ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും യു ഡി എഫിന് തലവേദനയാകാറുള്ളത് വിമതശല്യം. 10 സീറ്റുകൾ എടുത്താൽ 5 സീറ്റിലും മിനിമം 5 സീറ്റിലും വിമതരുണ്ടാവും. അപ്പൊ ഈ വിമതശല്യമാണ് എൽ ഡി എഫിന് ഗുണമാകാറുള്ളത്. അപ്പോൾ ആ വിമതശല്യം ഇക്കുറി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ യു ഡി എഫിന് കൊള്ളാം. ഇല്ലെങ്കിൽ